എന്നാലും മുർഷിങ്ങൾ വല്ലാത്ത ഭാഗ്യമുള്ള ടീമാട്ടോ. ഭാഗ്യോ തോൽക്കേണ്ട ടീം. രണ്ട് കളികളിൽ നിങ്ങൾക്ക് മറ്റേ മഴന്റെ പോയിന്റ് കൊണ്ടുള്ള നിങ്ങൾ പതിനെട്ടിലുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ഒന്നാമതായി പോകേണ്ടതാണ്. അങ്ങനല്ല, അതായത് ഞങ്ങൾക്ക് 4 പോയിന്റ് കിട്ടേണ്ടടുത്ത് 2 പോയിന്റ് കിട്ടി. കാരണം ആ 2 കളി ഞങ്ങൾ ജയിക്കും. അതിന് മുൻപ് 4 കളി ഞങ്ങൾ ജയിച്ചു. ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താ അറിയോ? ഒരു 10 ദിവസമായിട്ട് നിങ്ങൾക്ക് കളിയേ ഇല്ല, മഴ ചെയ്തിട്ട്. അതൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് സുഖിച്ചാണ്ടാണ് ഞങ്ങൾ ഇറങ്ങണത്. ഞങ്ങൾ ഇന്നലെയും കൂടി കളിച്ചിട്ടാണ് വരുന്നത്. ആ ജാതി പേടിയും ബേജാറൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പിന്നെ ഒരു മാസം കളിച്ചാൽ ഞങ്ങൾ പ്ലേയേഴ്സ് ഉഷാറാണ്, എങ്ങനെ ജയിക്കും. കാരണം അത്രയും കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ കളികളൊക്കെ വിജയിച്ചുകൊണ്ട് പിന്നെ മഴ ഒന്നുകാണ്ട് 2 കളി ഉപേക്ഷിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ഞങ്ങൾക്ക് അഡ്വാൻറ്റേജിലാണ് നിങ്ങൾ ഒന്നാമതായത്. അങ്ങനൊന്നുമില്ല. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ ഞങ്ങൾ ഒന്നാമതാണല്ലോ. ഞങ്ങൾ കേറി വരില്ലേനോ. ബാക്കിയുള്ളവർ മോശമായത് കളിച്ച് ഞങ്ങളെ കുറ്റല്ലോ. ഞങ്ങൾക്ക് 4 പോയിന്റ് കിട്ടേണ്ട അടുത്ത് 2 പോയിന്റ് കിട്ടിയെന്നുള്ളൂ. ആ കഴിഞ്ഞ 2 കളി ഞങ്ങൾ ജയിക്കണ്ടേ, അത് വേറെ കാര്യം. സാൾട്ട് പോയി, സാൾട്ട് നല്ല ആര് പോയി അല്ല, ഞങ്ങളെ ഇന്ത്യൻ പ്ലേയേഴ്സ് സൂപ്പർ കളിയിലപ്പോ എല്ലാവരും സൂപ്പർ ആയിട്ട് കളിക്കുന്നുണ്ട്. ശ്രേയസ് അയ്യർ കളിക്കുന്നുണ്ട്, രമൺദീപ് സിംഗ് കളിക്കുന്നുണ്ട്, റിങ്കു സിംഗ് ഉണ്ട്, എല്ലാവരും വെങ്കടേഷ് അയ്യർ ഉണ്ട്, എല്ലാവരും സൂപ്പർ കളി. പിന്നെ അടി വരുമ്പോ തന്നെ നിങ്ങൾ ഏകദേശം തീരുമാനമാവും. നിങ്ങൾ പറഞ്ഞാലും മറ്റേ എന്താണ് ആ ചങ്ങായി അഭിഷേകലുള്ളൂ. ട്രാവിസ് കഴിഞ്ഞു. ഇതിനെ പറഞ്ഞ ട്രാവിസ് അടിച്ച രണ്ടുണ്ടാവുന്നായിരുന്നു. അപ്പൊ ട്രാവിസ് പോയാലും അഭിഷേക് അവിടെ നിന്ന്. പിന്നെ ക്ലാസം കഴിഞ്ഞ അടിയിൽ അടിച്ച്, പിന്നെ നിതീഷ് കുമാറൊക്കെ ആവൂലതൊന്നും താങ്ങാൻ. ഞങ്ങളെ ബൗളർമാരാണ് ഈ സീസണിലെ ഏറ്റവും ടോപ്പ് ബൗളർമാര്. ഇപ്പൊ മറ്റേ സുനിൽ ചക്രവർത്തി ഉണ്ടല്ലോ, ചക്രവർത്തി സൂപ്പർ ആയിട്ട് വരുന്നുണ്ട്. സുനിൽ നാരായണ സൂപ്പർ ആയിട്ട് വരുന്നുണ്ട്. സ്റ്റാർക്കിന്റെ പരിപ്പളക്കുന്ന എന്ത് പരിപ്പളക്കൽ. മൂപ്പര് ഓസ്ട്രേലിയൻ പ്ലെയർ ആണ്. നിർണായക മഴയാണ് കാത്തിക്കുന്നത് നമുക്കറിയാം. അങ്ങോട്ട് മാറിന്നാലേ. അല്ല, ഞങ്ങൾക്ക് ഇപ്പൊ മഴ എന്നല്ല, എന്ത് വന്നാലും ഞങ്ങൾക്ക് മഴ ചെയ്തുകൊണ്ട് കയറാനൊന്നും വിചാരിച്ചിട്ടുണ്ടല്ല. ആ പരിപാടി നടക്കൂല. റിസർവ് ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കളിച്ചുകാണ്ട് ജയിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കളിച്ചുകാണ്ട് ജയിക്കും ചെയ്യും. അതിലൊന്നും സംശയമില്ല. ഇങ്ങക്കാണ് ഇപ്പൊ ഭയങ്കര പേടിയുള്ളത്. കാരണം എല്ലാവരും പേരും കളിയാണ്. നിങ്ങൾ എത്രയോ കളികളിൽ എക്സ്പോസ്ഡ് ആയ ടീമാണ്. സമീപകാലത്ത് എക്സ്പോസ്ഡ് ആയ ടീം എന്ന് പറയും. നിങ്ങൾ ഞങ്ങളുടെ പോയിന്റ് വ്യത്യാസം എത്ര? 2. ഞങ്ങൾ കൊട്ടക്കണക്ക് തോറ്റിക്കണല്ലോ. അവസാനത്തെ 2 കളി ഞങ്ങൾ ജയിക്കേണ്ട 2 കളി ഉപേക്ഷിച്ചതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ജയിക്കലുണ്ട്. കാരണം അതിന്റെ മുമ്പത്തെ 4 കളി ഞങ്ങൾ ജയിച്ചു. സമീപകാലത്ത് ഞങ്ങൾ തോറ്റിട്ടില്ല. KKR സമീപകാലത്ത് തോറ്റിട്ടില്ല. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ഒരു കളി ജയിക്കും, ചിലപ്പോ തോൽക്കും, ചിലപ്പോ ജയിക്കും, ചിലപ്പോ തോൽക്കും. അങ്ങനെ ടീമാണ്. തോൽക്കണ്ടോടത്ത് തോൽക്കും. തോൽക്കും. ഞങ്ങളെ ക്യാപ്റ്റൻ ആരാ? പാറ്റ് കമിൻസ് ആണ്. അത് മാത്രം മതി. അല്ലാതെ ഒന്നുമില്ല. ഞങ്ങള് ക്യാപ്റ്റൻ ICC ട്രോഫികളൊക്കെ വാരി കൂട്ടിയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്. ഈ സീസണിൽ മൂപ്പര് IPL ആദ്യമായിട്ടാണ് ക്യാപ്റ്റൻ. എവിടെ ക്വാളിഫയറിൽ എത്തിച്ചിരിക്കണമെങ്കിൽ കപ്പ് ഉണ്ടാവുന്ന ഒന്നും കാര്യമില്ല. ഞങ്ങൾ ഈ കളി ജയിക്കും, ഞങ്ങൾ ഫൈനൽ ഉണ്ടാവും. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചുറ്റി വളഞ്ഞാണ്ട് ഫൈനലിലേക്ക് വരും. അപ്പൊ നമുക്ക് കാണാം.